ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഐക്കാർട്ടിൽ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കാം. ഇതുവരെ നമ്മൾ ചെയ്ത ഈ റിവിഷൻ സീരീസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ഇതുവരെയും ഒന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളവരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 പാർട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിനകത്ത് 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യ എംപയർ? മൗര്യ രാജവംശം. മൗര്യ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം രൂപീകരിച്ചത്. അദ്ദേഹം എപ്പോഴാണ്? 321 BCEയിലാണ് മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യ സ്ഥാപിച്ചത്. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സഹായത്തിനായിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ അഡ്വൈസർ ചാണക്യ ഉണ്ടായിരുന്നു. ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഇവര് ഈ ഒരു മൗര്യ രാജവംശം രൂപീകരിച്ചത്? നന്ദ ഡൈനാസ്റ്റി. ഓക്കെ, നന്ദ ഡൈനാസ്റ്റിയെ തോൽപ്പിച്ച് നന്ദ ഡൈനാസ്റ്റിയെ വിജയിച്ച് നേടിയെടുത്തതാണ് ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യ രാജവംശം. അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് ആരാണ് ഉണ്ടായിരുന്നത്? ചാണക്യനാണ് കൂട്ടായിട്ടുണ്ടായിരുന്നത്. 321 BCEയിലായിരുന്നു മൗര്യ രാജവംശം സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ ചാണക്യ? ചാണക്യ എഴുതിയ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പുസ്തകമാണ് അർത്ഥശാസ്ത്രം. ഓക്കെ, അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, മിലിറ്ററി സ്ട്രാറ്റജി, എക്കണോമിക്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് അർത്ഥശാസ്ത്ര. ചാണക്യന്റെ വേറൊരു പേരാണ് കൗടില്യ. ഓക്കെ, ചാണക്യന്റെ വേറൊരു പേരാണ് കൗടില്യ. അർത്ഥശാസ്ത്രയിൽ ചാണക്യൻ എന്തിനെ കുറിച്ചൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ക്രാഫ്റ്റ്, മിലിറ്ററി സ്ട്രാറ്റജി, എക്കണോമിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചാണക്യ അർത്ഥശാസ്ത്രയിൽ എഴുതിയിരിക്കുന്നത്. ചാണക്യന്റെ വേറൊരു പേരാണ് കൗടില്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ റൂളർ ടു എംബ്രേസ് ബുദ്ധിസം? ഓക്കെ, ബുദ്ധിസത്തിനെ എംബ്രേസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ റൂളർ ആരായിരുന്നു? അശോക ചക്രവർത്തി ആയിരുന്നു. ഓക്കെ, അശോക ചക്രവർത്തി ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആയത് കലിംഗ വാറിന് ശേഷമാണ്. ഓക്കെ, കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധിസത്തിൽ ആകൃഷ്ടനായിട്ട് അശോക രാജാവ് എന്ത് ചെയ്തു? ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലുടനീളവും മറ്റുള്ള രാജ്യങ്ങളിലും ബുദ്ധിസത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ഇൻ വിച്ച് ഇയർ? 1921 1921 ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അത് ദയാറാം സാൻഹി എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് ആണ് ഡിസ്കവർ ചെയ്തത്. ദയാറാം സാൻഹി. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തത് എവിടെയായിരുന്നു? ഡിസ്കവർ ചെയ്തത് ഹാരപ്പയിലാണ് ഡിസ്കവർ ചെയ്തത്. സോറി, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഞാൻ അവിടെ കൊണ്ട് എഴുതി വെച്ചു. ഹാരപ്പയിലാണ് ഡിസ്കവർ ചെയ്തത് 1921. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഇൻഡസ് വാലി സൈറ്റ്? ഇൻഡസ് വാലി സൈറ്റിൽ എവിടെയാണ് ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഹൻജൊദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത്. മോഹൻജൊദാരോയിലാണ് എന്തുള്ളത്? ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഗ്രേറ്റ് ബാത്ത് എന്ന് വെച്ചാൽ എന്താണ്? വലിയൊരു പബ്ലിക് വാട്ടർ ടാങ്ക് ആണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അത് റിച്വൽ ബാത്തിങ്, അതായത് എന്തെങ്കിലും ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള കുളിക്കുന്ന കാര്യങ്ങൾക്കും ദേഹം വൃത്തിയാക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പോയിന്റ്സുകൾ എപ്പോഴും സൈഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി അതിനൊപ്പം തന്നെ എക്സ്ട്രാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നീട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഋഗ്വേദ വാസ് കമ്പോസ്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഋഗ്വേദം എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. ഓക്കെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലിപികളിൽ ഒന്നാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അത് വേദിക് സാൻസ്ക്രിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരു 1500 BC-യിലൊക്കെയാണ് ഈ ഒരു ഋഗ്വേദം എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഹു ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ജൈനിസം? ജൈന മതത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് മഹാവീരയാണ്. ഓക്കെ, മഹാവീരനെയാണ് നമ്മൾ ജൈന മതത്തിന്റെ സ്ഥാപകനായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, മഹാവീരയ്ക്ക് മുന്നേയും ഈ ഒരു ജൈനിസം ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഫോർമലൈസ് അതിന്റെ പ്രിൻസിപ്പിൾ എല്ലാം ഒന്ന് ഫോർമാറ്റിലാക്കി ഒന്ന് ഫോർമൽ ആക്കിയിട്ട് കൊണ്ടുവന്നത് എപ്പോഴാണ്? മഹാവീര ഏത് കാലത്താ ചെയ്തത്? 6ാം നൂറ്റാണ്ടില് 6th century BC-യിലാണ് അത് ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം ധർമ്മചക്ര പ്രവർത്തന ഈസ് അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ആ ഒരു സ്ലോഗൻ ആണ് എന്തെന്ന് പറയണത്? ധർമ്മചക്ര പ്രവർത്തന. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ധർമ്മ. അതായത് ബുദ്ധയുടെ ആദ്യത്തെ സാർനാഥിൽ ഉണ്ടായ ആദ്യത്തെ സെർമണിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ധർമ്മ. ധർമ്മത്തിന്റെ എന്താണ് ചക്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ധർമ്മം പ്രവർത്തിക്കുക എന്നതാണ് മെയിൻ ആയിട്ട് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെ ഒരു ടേം ആണ്, ബുദ്ധിസവുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേമസ് അയൺ പില്ലർ ഓഫ് ഡൽഹി ബിലോങ്സ് ടു വിച്ച് പീരീഡ്? ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അയൺ പില്ലർ എന്ന് പറയുന്നത്. അത് ഗുപ്ത പീരീഡിലാണ്, ഗുപ്ത രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ അയൺ പില്ലർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുള്ളത് മെഹ്റോളിയിലാണ്. ഡൽഹിയിലെ മെഹ്റോളിയിലാണ് അയൺ പില്ലർ ഉള്ളത്. റസ്റ്റ് റെസിസ്റ്റന്റ് കമ്പോസിഷൻ കാരണമാണ് അത് ഫേമസ് ആയിരിക്കുന്നത്. തുരുമ്പെടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അയൺ പില്ലർ ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, മേഘദൂത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? കാളിദാസന്റെ ബുക്കാണ് മേഘദൂത്. അത് കാളിദാസൻ ആരാണ്? സാൻസ്ക്രിറ്റ് പോയറ്റ് ആണ്. അതെന്താണ്? മേഘ സന്ദേശം എന്ന് നമ്മൾ പറയുന്നതാണ് അല്ലെ. അതായത് മേഘങ്ങളിൽ കൂടി മെസ്സേജ് പാസ് ചെയ്യുക എന്ന് മീൻ ചെയ്യുന്ന മേഘസന്ദേശം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? കാളിദാസനാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം റൂളർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം റൂളർ ആരായിരുന്നു? കുത്തബ്ദീൻ ഐബക് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കുത്തബ്ദീൻ ഐബക് ആണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കുത്തബ്ദീൻ ഐബക് ആണ്. അദ്ദേഹം ആരുടെ മരണത്തിന് ശേഷമാണ്? 1206 മുഹമ്മദ് ഗോറിയുടെ മരണശേഷമാണ് കുത്തബ്ദീൻ ഐബക് ഡൽഹി സുൽത്താനേറ്റിനെ അത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന ആദ്യത്തെ മുസ്ലിം റൂളർ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി ദ ഫേമസ് കുത്തബ് മിനാർ ഈസ് ബിൽറ്റ് ബൈ. കുത്തബ് മിനാർ ഉണ്ടാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? കുത്തബ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് കുത്തബ് മിനാർ കൺസ്ട്രക്ട് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തത് കുത്തബ്ദീൻ ഐബക് ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. The Battle of Tarain 1191 was fought between. Battle of Tarain 1191 നടന്ന Battle of Tarain നടന്നത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു. ഓക്കെ, Battle of Tarain 1191 നടന്നത്. അത് ആരൊക്കെ തമ്മിലുള്ള യുദ്ധമായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. Who was the founder ഓഫ് ദ വിജയനഗര എംപയർ? വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഹരിഹര ആൻഡ് ബുക്ക ആണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകര്. അത് എപ്പോഴാണ് അവർ സ്ഥാപിക്കുന്നത്? 1336 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അത് സൗത്ത് ഇന്ത്യ ഫുൾ ആയിട്ട് ഫ്ലഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. താജ്മഹൽ കെട്ടിയത് ആരാണ്? ഷാജഹാൻ ആണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ആരുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത്. ഓക്കെ,
അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും കീ റോള് വഹിച്ച ഒരാളാണ് വാരൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1773 മുതൽ 1785 വരെ ആയിരുന്നു. ഓക്കെ, വാരൻ ഹേസ്റ്റിങ്സ് 1773 മുതൽ 85 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ കാലയളവ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദവി വഹിച്ച അല്ലെങ്കിൽ ഒരു നിർണായക സ്ഥാനം ഉണ്ടായിരുന്ന ആളായിരുന്നു വാരൻ ഹേസ്റ്റിങ്സ്. വെൻ വാസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട്? ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടന്നത് 1757 1757 പ്ലാസി യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? നവാബ് സിറാജുദ്ദീൻ ദൗലയും ബ്രിട്ടീഷുകാരുടെ തലവനായിരുന്ന റോബർട്ട് ക്ലൈവും നവാബ് സിറാജുദ് ദൗല ഇവര് തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The revolt of 1857 started from which place? 1857 നടന്ന റിവോൾട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? മീററ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? മെയ് 10 1857 മെയ് 10 ഈ റിവോൾട്ട് മീററ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്തത്. ഹു വാസ് ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ കാൺപൂർ? കാൺപൂരിൽ ആ റിവോൾട്ടിന്റെ ലീഡർ ആരായിരുന്നു? നാനാ സാഹേബ് ആയിരുന്നു കാൺപൂരിൽ ഈ ഒരു റിവോൾട്ടിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഇലക്റ്റഡ് ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്? ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1892 ആ ഇലക്ഷൻ നടന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിനകത്ത് നോക്കാനുള്ളത്. എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ വിച്ച് ഇയർ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടത് 1885 ഓക്കെ, 1885 A.O. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഓക്കെ, ഹു ഗേവ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ സമര പ്രക്രിയയുടെ സമയത്ത് ഡു ഓർ ഡൈ എന്നുള്ള സ്ലോഗൻ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി ആയിരുന്നു ആ ഒരു സ്ലോഗൻ പറഞ്ഞത്. അത് എന്തായിരുന്നു? 1942 ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ഈ ഒരു സ്ലോഗനും ഒക്കെ നടത്തുന്നത്. ഓക്കെ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ആസാദ് ഹിന്ദ് ഫൗജ്? ആസാദ് ഹിന്ദ് ഫൗജിന്റെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തതും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തതും ആസാദ് ഹിന്ദ് ഫൗജ് ഫോം ചെയ്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചതും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1944 ജവഹർലാൽ നെഹ്റു ജയിലിൽ അടയ്ക്കപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത്. വെൻ ഡിഡ് ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താണ്? 1947 ഓഗസ്റ്റ് 15. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിന്റെ ഒരു 25 എണ്ണം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ സ്പെസിഫൈഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തുണ്ടെങ്കിലും കമന്റ് ത്രൂ നമ്മളെ അറിയിക്കുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അതെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.